സത്യം, ഞാൻ നുണ പറയാറുണ്ട്, ഞാൻ കള്ളം പറയാറുണ്ട്, ഞാൻ ഉറങ്ങാറുണ്ട്, ഞാൻ എല്ലാം ചെയ്യാറുണ്ട്. ഇല്ലാന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ, ഞാൻ ഇല്ലാന്ന് പറയാറുണ്ട്. നീ നുണ പറയാറില്ല, നീ നുണയും പറയാറില്ല, നീ സത്യസന്ധമായിട്ട് പോണത്, നീ എല്ലാം ശരിയായിട്ട് പോണത്, അത് ക്ലിയർ ആണ്. നീ ക്ലിയർ ആണ്. ജാസ്മിൻ നുണ പറയാറില്ല. ജാസ്മിൻ നുണ പറയാറില്ല. എന്താണ് ജാസ്മിൻ പറഞ്ഞത്? ഞാൻ നുണ പറയാറില്ല എന്ന്. എന്നാൽ നമ്മൾ ജാസ്മിൻ്റെ നുണകളെല്ലാം കേൾക്കാറുണ്ട്. അതായത് ജാസ്മിൻ ആദ്യം പറഞ്ഞു ഞാൻ പുറത്ത് കമ്മിറ്റഡ് ആണെന്ന് പറഞ്ഞു. പിന്നീട് പറഞ്ഞു കല്യാണം ബിഗ് ബോസ് കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നിട്ട് കല്യാണം ആലോചിക്കാം എന്നിങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ എത്രയെത്ര നുണകളാണ് ജാസ്മിൻ പറഞ്ഞിട്ടുള്ളത്. എന്നിട്ടാണ് പറയുന്നത് ഞാൻ നുണയേ പറയാറില്ല, ഞാൻ നുണ പറഞ്ഞിട്ടേ ഇല്ല, ഞാൻ നുണ പറയാത്തൊരു കുട്ടിയാണ് എന്ന് പറയുന്നത്. അതൊക്കെ എന്തെങ്കിലും ആയിക്കോട്ടെ, അതൊക്കെ ജാസ്മിൻ്റെ പേഴ്സണൽ കാര്യം. അപ്പോൾ ഇതെന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വെറുതെ ഇരുന്ന കുറച്ച് ആളുകൾ അവർ എല്ലാവരും കൂടി ചേർന്ന് ഇങ്ങനെ വെറുതെ ഇരിക്കുകയായിരുന്നു. ആ സമയത്താണ് ഇങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് എൻ്റെ ഗബ്രി മോനെ ഓർമ്മ വരുന്നു എന്നുള്ളത് ജാസ്മിൻ പറയുന്നത്. അപ്പോൾ നമ്മുടെ ജിൻഡോപ്പം പറയുന്നു, പഴയ കാര്യങ്ങളെല്ലാം നിർത്തിയതല്ലേ, ഇനിയിപ്പോൾ വീണ്ടും പഴയലോട്ട് പോകണ്ട, അതാണ് നല്ലത് എന്നുള്ളൊരു നല്ല രീതിയിൽ പറഞ്ഞു കൊടുത്തതാണ്. അതിനെയാണ് നമ്മുടെ ജാസ്മിൻ എടുത്തിട്ട് ഇമ്മാതിരി ഒരു പ്രശ്നത്തിലേക്ക് എത്തിച്ചത്. കുറച്ച് ദിവസങ്ങളായിട്ട് ജാസ്മിൻ നല്ല രീതിയിൽ അടിപൊളിയായിട്ട് നല്ല മര്യാദക്കാരിയായിട്ട് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അത് പുറത്ത് നല്ല സപ്പോർട്ടും കിട്ടുന്നുണ്ടായിരുന്നു. ഇപ്പോൾ വീണ്ടും ഗബ്രി പുറത്തുനിന്ന് വരുന്നുണ്ട് എന്നുള്ള കാരണം ബിഗ് ബോസിൻ്റെ അവസാന ദിവസങ്ങളാകുമ്പോഴത്തേനും പഴയ കണ്ടസ്റ്റൻസ് എല്ലാം വീട്ടിലോട്ട് കയറി വരുമല്ലോ. അപ്പോൾ അതായപ്പോഴത്തേക്ക് വീണ്ടും പഴയ ജാസ്മിനായി മാറിക്കൊണ്ടിരിക്കുന്നത്. എന്തോന്നടേ ഇത്? മര്യാദയ്ക്ക് നല്ല കുട്ടിയായിട്ട് നല്ല അടിപൊളിയായിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. വെറുതെ കയറി ചൊറിഞ്ഞ് പ്രശ്നങ്ങൾ വെറുതെ വഷളാക്കി വെറുതെ ബളബളബളബളാ എന്നിങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ജാസ്മിൻ ആണ് ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസ് സീസൺ 6ൻ്റെ മെയിൻ നെടുംതൂൺ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജാസ്മിനെ ചുറ്റിപ്പറ്റി തന്നെ ആയിരുന്നു ഈ ഒരു ബിഗ് ബോസ് സീസൺ 6 ഇത്രയും നാളും വന്നത്. അതിപ്പോൾ നെഗറ്റീവ് ആണെങ്കിലും ശരി, പോസിറ്റീവ് ആണെങ്കിലും ശരി. അതിൻ്റെ ഇടയ്ക്ക് ബാക്കി വന്നിട്ടുള്ളത് ജാസ്മിനുമായിട്ട് മുട്ടാൻ വേണ്ടിയിട്ട് ആകെ ജിൻഡോ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി ഒരു സൈഡിലിരുന്നുകൊണ്ട് പണപ്പെട്ടീനെ കുറിച്ചും മറ്റു സൈഡിൽ ഇവിടെ ജിൻഡോയും ജാസ്മിനും തമ്മിലുള്ള അടി. ഇതായിരുന്നു സംഭവം, ഇന്നത്തെ സംഭവം.